ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഈ ഓഫീസിലുള്ള TP-Linkന്റെ ER605 എന്നുള്ളൊരു VPN റൗട്ടറാണ്. ഞാനിവിടെ രണ്ട് ഇൻ്റർനെറ്റ് ഈ ഒരു VPN റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ സ്പീഡ് എനിക്ക് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. രണ്ട് ഇൻ്റർനെറ്റും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സ്പീഡ്, അതായത് 30 Mbps ജിയോയുടെ ഇൻ്റർനെറ്റും 100 Mbps എയർടെലിൻ്റെ ഇൻ്റർനെറ്റും കൂടെ കൂടി ചേർന്നിട്ട് എനിക്കിവിടെ 130 Mbps സ്പീഡ് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്പീഡ് നമുക്ക് കിട്ടുന്നില്ല. അതായത് രണ്ട് ഇൻ്റർനെറ്റുകളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സിംഗിൾ ഇൻ്റർനെറ്റ് പോലെ അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് അഗ്രിഗേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ലിങ്ക് അഗ്രിഗേഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒരു പ്രോട്ടോകോൾ വർക്ക് ആവണം. അത് TP-Linkന്റെ ഈ ഒരു ബേസിക് മോഡൽ റൗട്ടറിൻ്റെ ഉള്ളിൽ ഇല്ല അങ്ങനെ ഒരു പ്രോട്ടോകോൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഇത്രയും സ്പീഡ് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നതെന്ന്. അത് യഥാർത്ഥത്തിൽ ഒരു തോന്നൽ മാത്രമാണ്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്പീഡ് ചെക്കിങ് നടക്കുന്നതെന്ന് അറിയണം. ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത് ജിയോയുടെ ഒരു 30 Mbps പ്ലാനാണ്. ഞാനിവിടെ സ്പീഡ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ആവറേജ് ഒരു 30 Mbps സ്പീഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ആ ഒരു എയർടെലിൻ്റെ ഇൻ്റർനെറ്റ് കൂടെ കണക്ട് ചെയ്തിട്ട് ടോട്ടൽ സ്പീഡ് എത്രയാണ് വരുന്നത് കാണിച്ചു തരാം. ആ ഒരു സമയത്ത് ഞാനൊരു നെറ്റ്വർക്ക് കേബിൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വൈഫൈ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തേക്കുന്നത് ജിയോയിലേക്ക് മാത്രമാണ്. പക്ഷേ ഈ ഒരു കേബിൾ വന്നേക്കണത് ഞാൻ രണ്ട് ഇൻ്റർനെറ്റും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ നിന്ന് വന്നേക്കുന്ന കേബിളാണ്. അപ്പോൾ എന്തായാലും ടോട്ടൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അഗ്രിഗേറ്റ് ചെയ്ത് വരുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളത് കാണിച്ചു തരാം. കേട്ടോ, വൈഫൈ ഡിസേബിൾ ചെയ്തിട്ട് വയർഡ് നെറ്റ്വർക്ക് മാത്രമാക്കി. ഇപ്പം കണ്ടോ, ടോട്ടൽ സ്പീഡ് വരുന്നത് ഒരു 130 Mbps അടുത്ത് സ്പീഡ് കാണിക്കുന്നുണ്ട്. അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരുമിച്ചുള്ള സ്പീഡാണ്. അതായത് എയർടെലിൽ എനിക്ക് 100 Mbps മാത്രമേ ഉള്ളൂ. പക്ഷേ ജിയോയിൽ എനിക്ക് 30 Mbps രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്പീഡാണ് ഇവിടെ ടോട്ടലായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കേട്ടോ, നിയർലി 130 Mbps സ്പീഡുണ്ട്. രണ്ടും കൂടെ അഗ്രിഗേറ്റ് ചെയ്ത സ്പീഡാണ്. അപ്പോൾ ഇതാണ് പല ആളുകളും കരുതുന്നത്, ഇങ്ങനെ രണ്ടും കൂടി ചേർന്നിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സ്പീഡ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നതാണ്. ഇതിപ്പോൾ ഒരു സൈറ്റ് മാത്രമല്ല, ഇതേപോലെ പല പല സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു സൈറ്റുകളെല്ലാം തന്നെ വർക്ക് ആകുന്നത് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ, അതായത് നമ്മൾ ഏത് ഡിവൈസിൽ നിന്നാണോ ഇൻ്റർനെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ ഒരു ഡിവൈസിൽ നിന്ന് മൾട്ടിപ്പിൾ സെഷൻസ് ആ ഒരു സെർവറിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഈ സെഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൂടിയിട്ട് സ്പീഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ TP-Linkന്റെ ഈ ഒരു ER605 എന്നുള്ള ഈ ഒരു VPN റൗട്ടറിലേക്ക് നമ്മൾ 2 or 3 ഇൻ്റർനെറ്റ് വരെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മൾട്ടിപ്പിൾ ഇൻ്റർനെറ്റ് കുത്തുന്ന സമയത്ത് ഈ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ 2 or 3 ഇൻ്റർനെറ്റുകളിലേക്ക് ഒരേ സമയം നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ സ്പീഡ് വളരെയധികം കൂടിയതായിട്ട് നമുക്ക് കാഴ്ചയിൽ തോന്നും. അതായത് അപ്പാരൻ്റ്ലി കാഴ്ചയിൽ മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ് ആ ഒരു സെർവറുമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഒരൊറ്റ ഇൻ്റർനെറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഇൻ്റർനെറ്റ് ആണോ പ്രൈമറി ഇൻ്റർനെറ്റ് കൊണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ഇൻ്റർനെറ്റിലേക്കാണ് യഥാർത്ഥത്തിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ER605 നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത ശേഷം നെറ്റ്വർക്ക് ലോഡ് ബാലൻസിങ് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ആകുന്ന ആ ഒരു അൽഗോരിതം, അതായത് ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി വർക്ക് ആകുന്ന ഒരു അൽഗോരിതമാണ് ഈ ഒരു രീതിയിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. കേട്ടോ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.